ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സാലം ലേണിംഗ്. അനിത മിസ് ആണ്. അപ്പം നമ്മളെല്ലാവരും USS എക്സാമിന് വേണ്ടി ഇങ്ങനെ കിടഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ്, നമ്മൾ കിട്ടുന്ന സോഴ്സിൽ നിന്നൊക്കെ നമ്മൾ എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കണ്ടന്റും എന്താണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കുട്ടി ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒട്ടും ലാഗ് അടുപ്പിക്കാതെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: Which is the following is an example for plain mirror? സമതല ദർപ്പണത്തിന് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻ ഫേസ് മിറർ അഥവാ മുഖക്കണ്ണാടി ഉണ്ട്, സ്റ്റീൽ സ്പൂൺ ഉണ്ട്, പിന്നെ സ്റ്റീൽ ഗ്ലാസ് ഉണ്ട്, നൺ ഓഫ് ദിസ്. ഇവയൊന്നുമില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? പ്ലെയിൻ മിററിന് ഉദാഹരണമാണ്. പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണം. അതെന്താണെന്ന് തന്നെ നമുക്കൊരു ഐഡിയ അറിയാം. കാരണം അതിന്റെ സർഫസ് എന്തായിരിക്കും? പ്ലെയിൻ ആയിരിക്കും. അതായത് ഉപരിതലം സമതലമായ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമതല ദർപ്പണം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? യെസ്, ഫേസ് മിറർ ആയിരിക്കും കേട്ടോ. അപ്പൊ എന്താണ് പ്ലെയിൻ മിറർ എന്നും കൂടി കൂട്ടുകാർ ഓർത്തിരിക്കുക. എ മിറർ വിത്ത് പ്ലെയിൻ സർഫസ് ഇസ് കോൾഡ് പ്ലെയിൻ മിറർ. അല്ലെങ്കിൽ ഉപരിതലം സമതലമായ ദർപ്പണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമതല ദർപ്പണം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്ന മുഖം കണ്ണാടിയൊക്കെ എന്താണ്? അതിന് എക്സാമ്പിൾ ആണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആ ഒരു ഫേസ് മിററിൽ അല്ലെങ്കിൽ പ്ലെയിൻ മിററിൽ നമുക്ക് ഉണ്ടാകുന്ന ഇമേജിന്റെ പ്രോപ്പർട്ടീസും കൂട്ടുകാർ ഓർത്തിരിക്കുക. 3 പ്രോപ്പർട്ടീസ് മക്കൾ ഓർത്തിരിക്കണം. ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്ട് ഇവിടെ മക്കൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമ്മൾ ഇടത് കൈ പൊക്കുമ്പോൾ നമുക്ക് വലത് കൈ പൊങ്ങിയതായിട്ട് തോന്നും. അതായത് പാർശ്വഭാഗം വിപരീത ദിശയിൽ നമുക്ക് അനുഭവപ്പെടും. ആ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം. അതൊരു പ്രോപ്പർട്ടിയാണ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് സൈസിന്റെ ബേസിലാണ്. അതായത് ഒബ്ജക്റ്റിന്റെ സൈസും നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ സൈസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവ തമ്മിലുള്ള അകലം, അതായത് ഡിസ്റ്റൻസിന്റെ ബേസിലാണ്. അതായത് മക്കളെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് മിറർ. അതും കൂട്ടുകാരെ ഓർത്തിരിക്കുക. അപ്പം പ്ലെയിൻ മിറർ പഠിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ 3 പ്രോപ്പർട്ടികളും കൂടി ഓർത്തിരിക്കുക. കാരണം നമ്മളോട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതാണ്ട് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് ഫോൾ ഓൺ എ റഫ് സർഫസ്? അതായത് മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു. എന്താണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇതാണ്ട് റെഗുലർ, യെസ്, റെഗുലർ റിഫ്ലക്ഷൻ, ഡിഫ്യൂസ് റിഫ്ലക്ഷൻ, റിഫ്ലക്റ്റഡ് ഇമേജ്, നൺ ഓഫ് ദിസ്. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയുന്ന കേസാണ് മിനുസമല്ലാത്ത പ്രതലമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് റഫ് സർഫസ് ആണ്. ഈ റഫ് സർഫസിൽ ഇതുപോലെ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താൽ അതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? റെഗുലർ അല്ല അല്ലെ, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇറഗുലർലി ആയിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? അത്തരം ഇങ്ങനെ ഇറഗുലർലി റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒരു റിഫ്ലക്ഷനെ തന്നെ നമ്മൾ എന്താ വിളിച്ചുകൊണ്ടിരുന്നത്? വിസരിത പ്രതിപതനം അല്ലെങ്കിൽ എന്താണ്? ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. അപ്പൊ ഇതിന്റെ ഉത്തരവും മക്കൾക്ക് എന്താണ്? ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് കിട്ടി. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപതനമാണ്. എന്താണ് എന്നും കൂടി ഓർത്തു വെക്കുക. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായിട്ട് എന്താണ്? പ്രതിപതിച്ചു പോകുന്നു. അല്ലെങ്കിൽ when light fall on a rough surface it is reflected irregularly. ഈ ഒരു റിഫ്ലക്ഷനെയാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രതിപതനത്തിനെയാണ് നമ്മൾ വിസരിത പ്രതിപതനം അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: which of the following statement is about the concept of virtual image? താഴെ പറയുന്നവയിൽ മിഥ്യാപ്രതിബിംബം എന്ന ധാരണയോട് യോജിക്കുന്നത് എന്താണ്? കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ വിർച്വൽ ഇമേജുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് വൺ ബൈ ആയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. ദ ഇമേജ് ദാറ്റ് ക്യാൻ ബി കോട്ട് ഓൺ എ സ്ക്രീൻ. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബം. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തിനെ നമ്മളൊരു പേര് വിളിച്ചായിരുന്നു. ദാറ്റ് ഈസ് റിയൽ ഇമേജ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബമാണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ല. രണ്ടാമത്തേത് വെൻ നോ ഇമേജ് ഈസ് ഫോംഡ്, പ്രതിബിംബം ലഭിക്കാത്ത അവസ്ഥ, അതുമല്ല. ദ ഇമേജ് വിച്ച് ഈസ് ഫോംഡ് ഇൻസൈഡ് ദി മിറർ ബട്ട് കനോട്ട് ബി കോട്ട് ഓൺ സ്ക്രീൻ. ദർപ്പണത്തിൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ എന്താണ്? സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതെന്താണ്? നമ്മുടെ വിർച്വൽ ഇമേജിനോട് യോജിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് വിർച്വൽ ഇമേജ് എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? നമുക്ക് ദർപ്പണത്തിൽ ആ ഒരു ഇമേജ് കിട്ടും, പക്ഷേ സ്ക്രീനിൽ നമുക്ക് ആ ഒരു ഇമേജിനെ കിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഇമേജിനെയാണ് നമ്മൾ വിർച്വൽ ഇമേജ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ഈ ഒരു
കോൺവെക്സ് മിററൊക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് ഇറക്റ്റ് ആയിട്ടുള്ള വിർച്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ഫോം ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? നമ്മുടെ സി എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ആൻസർ പഠിച്ചു വെച്ചോട്ടോ. എന്താണ് വിർച്വൽ ഇമേജ് എന്നും കൂടി മക്കൾ ഓർത്തിരിക്കുക. എന്താണ് വിർച്വൽ ഇമേജ്? ദർപ്പണത്തിൽ കാണാൻ പറ്റും, പക്ഷേ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. ഓക്കെ, നേരെ മറിച്ച് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിയൽ ഇമേജ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഷേവിംഗ് മിറർ, ടോർച്ച് റിഫ്ലക്ടർ എന്നിവയിൽ കോൺകേവ് ദർപ്പണം ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ചോദ്യം കൂടി കിട്ടി. ഈ ഷേവിംഗ് മിറർ അല്ലെങ്കിൽ ടോർച്ച് റിഫ്ലക്ടർ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മിറർ ഏതാണ്? കോൺകേവ് ആണ്. ഇനി അതിന്റെ റീസൺ അറിയണം. തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു എൻലാർജ് ഇമേജ്, വലിയ പ്രതിബിംബം ഉണ്ടാക്കാം. ദ സൈസ് ഓഫ് ദി ഇമേജസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, നമ്മുടെ ഒബ്ജക്റ്റിൻ്റെതും അതുപോലെ തന്നെ ഇമേജിൻ്റെ എന്താണ് സൈസ് ഒന്നായിരിക്കും. എബിലിറ്റി ടു ഫോം എ സ്മോൾ ഇമേജ്, ചെറിയ പ്രതിബിംബം ഉണ്ടാക്കാൻ പറ്റും. ഹാസ് വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ, അതായത് കൂടുതൽ വിസ്തൃതി ലഭ്യമാവുന്നതിൽ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഷേവിംഗ് മിററിലും അതുപോലെ തന്നെ ടോർച്ച് റിഫ്ലക്ടറിലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് റീസൺ എന്താണ്? എബിലിറ്റി ടു എൻലാർജ് ഇമേജ്, വലിയ പ്രതിബിംബം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ നോക്കിക്കേ, കൂടുതൽ വിസ്തൃതി ലഭ്യമാകാൻ വേണ്ടി നമ്മൾ നമ്മുടെ ആ ഒരു വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന ആ ഒരു റിയർ വ്യൂ മിറർ ഇല്ലേ, അതാണ് നമ്മുടെ കൂടുതൽ വിസ്തൃതി ലഭ്യമാകുന്ന അത്തരത്തിലുള്ള ഒരു മിറർ എന്ന് പറയുന്നത്. അതേതാണടാ? നമ്മുടെ കോൺവെക്സ് മിറർ ആണ്. അതും കൂട്ടുകാർ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അവിടെ യൂസ് ചെയ്യുന്ന മിറർ ഏതാണ്? കോൺവെക്സ് മിറർ ആണ് എന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന്റെ ആൻസർ മക്കൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എബിലിറ്റി ടു എൻലാർജ് ഇമേജ്. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ശരിയായ ജോഡി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഓരോരോ ജോഡി തന്നിട്ടുണ്ട്. ഫസ്റ്റ് ജോഡി പറഞ്ഞിരിക്കുന്നത് കോൺകേവ് ലെൻസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആവർത്തന പ്രതിപതനം. ഇത് ശരിയായിട്ടുള്ള ജോഡിയാണോ? അല്ല. നമ്മുടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇതാണ്, പ്ലെയിൻ മിററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചതല്ലേ. ഇനി രണ്ടാമത്തെ നോക്കാം, കോൺവെക്സ് ലെൻസ് വിത്ത് തിക്ക് സെന്റർ പോർഷൻ ആൻഡ് തിൻ എഡ്ജ്, അതായത് മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതും. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസിനെ പറ്റി ഓർക്കുമ്പോൾ മക്കൾ കണ്ണാലോചിച്ചാൽ മതി. കണ്ണിൻ്റെ ഉള്ളിലെ ലെൻസ് ഏതാണ്? ഇങ്ങനെ ഇരിക്കുന്ന ലെൻസാണ്. ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. ഈ കോൺവെക്സ് ലെൻസിന്റെ മധ്യഭാഗത്ത് എന്താണ്? വളരെ തിക്കാണ്. അതുപോലെ തന്നെ അതിന്റെ എഡ്ജിൽ എന്താണ്? വളരെ തിന്നാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. ഇനി അടുത്തത് തന്നിരിക്കുന്നത് എന്താണ്? കോൺവെക്സ് മിറർ ആണ്. യൂസ്ഡ് ഇൻ വെഹിക്കിൾ, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, വാഹനങ്ങളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കോൺവെക്സ് മിറർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും എന്താണ്? ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷനും കറക്റ്റ് പെയറാണ്. ഇനി അടുത്തത് തന്നിരിക്കുന്നത് കോൺകേവും ദർപ്പണം അല്ലെങ്കിൽ മിറർ ആണ്. ഫോം എൻലാർജ്ഡ് ഇമേജ്, വലിയ പ്രതിബിംബം നിർമ്മിക്കുന്നു. ഇതും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഏതൊക്കെ ജോഡികളാണ്? ഏതൊക്കെയാണ്? 2, 3, 4 എന്നീ ജോഡികൾ ഇവിടെ കറക്റ്റ് ആണ്. ആ ഒരു സന്ദർഭത്തിൽ തന്നെ മക്കൾ എന്താണ്? നമ്മുടെ ലെൻസിനെ പറ്റി ഓർത്തിരിക്കുക. നമ്മുടെ കണ്ണിലൊക്കെ കാണുന്നതാണ് കോൺവെക്സ് ലെൻസ്. ഇതാണ് നമ്മുടെ കോൺകേവ് ലെൻസ്. അപ്പോൾ കോൺവെക്സ് ലെൻസിൽ എന്താണ്? മധ്യഭാഗം കട്ടി കൂടിയതാണ്. കോൺകേവിൽ എന്താണ്? മധ്യഭാഗം എന്ന് പറയുന്നത് വളരെ തിന്നാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഓർത്തിരിക്കണം, നമ്മുടെ കോൺവെക്സ് ലെൻസിലൂടെയൊക്കെ എന്താണ്? നമ്മുടെ ലൈറ്റ് റേസ് ഇങ്ങനെ കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് പരസ്പരം കൺവേർജ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റിലേക്ക് അവ കൂട്ടിമുട്ടുന്നുണ്ട്. അത് കൂട്ടുകാർ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടി ഇതിൻ്റെ എഡ്ജ് ശ്രദ്ധിച്ചാൽ മതി. കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? കൺവേർജിങ് പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. ഒരു പോയിന്റിലേക്ക് അത് ലൈറ്റ് റേസ് കൂട്ടിമുട്ടുന്നു. ഇനി അതേസമയം നമ്മുടെ കോൺകേവ് ലെൻസിലേക്കാണ് ലൈറ്റ് റേസ് വന്ന് പതിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു? യെസ്, അത് ഡൈവേർജ് ചെയ്തു പോകുന്നു അല്ലെങ്കിൽ അകന്നകന്നു പോകുന്നു. അപ്പോൾ അത് ഓർക്കണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ആ ഒരു സൈഡ് ജസ്റ്റ് ഒരു ഹിന്റ് ആയിട്ട് മിസ് പറഞ്ഞതേ ഉള്ളൂ, സൈഡും കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ കോൺകേവ് മിററും കോൺവെക്സ് മിററും അതുപോലെ തന്നെ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൂട്ടുകാർ ഓർത്തിരിക്കാം. ഇനി അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ലെൻസ് ഈസ് യൂസ്ഡ് ഇൻ മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ? ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? കോൺകേവ് ലെൻസ് ആണോ? കോൺവെക്സ് ലെൻസ് ആണോ? ഇനി രണ്ടും യൂസ് ചെയ്യുമോ? അല്ലെങ്കിൽ പ്ലെയിൻ മിറർ ആയിരിക്കും? ഏതായിരിക്കും? യെസ്, വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്, പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആ പ്രതിഭാസം നമുക്ക് പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. എന്താണ്? നമ്മുടെ റെയിൻബോയിൽ ഇതാണ്ട് വൈറ്റ് ലൈറ്റ്, നമ്മുടെ സൺലൈറ്റ് ഇങ്ങനെ 7 ഡിഫറെൻറ്റ് കളറായിട്ട് ഇങ്ങനെ മാറുവാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു ഫിനോമിന, ലൈറ്റിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? യെസ്, ഡിസ്പേർഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ നോക്കാം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? റിഫ്രാക്ഷൻ, അപവർത്തനം,
ലാറ്ററൽ ഇൻവേർഷൻ പാർശ്വിക വിപര്യം, ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം, റിഫ്ലക്ഷൻ അഥവാ പ്രതിപതനം. അപ്പൊ ആൻസർ എന്താണ്? ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനമാണ്. ഇപ്പൊ മക്കൾക്ക് എന്താണ് ഏകദേശം കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കോൺസെപ്റ്റുകളും എന്താണ് മക്കൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ കുട്ടി കുറേ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പോഴേക്കും മക്കൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനലിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ചാനലിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം? ഇങ്ങനെ മാക്സിമം നിങ്ങൾ ചെയ്ത് എല്ലാം നിങ്ങളെ തറവാക്കി വെക്കണം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ നമുക്കിനി വീണ്ടും ഇടയ്ക്കിടയ്ക്ക് കാണാം. ബൈ.